കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന കാക്കയുടെ ഒരു വീഡിയോ ആണ്. ഞാൻ മുറിക്കകത്തിരുന്നപ്പോൾ കാക്കകളുടെ വലിയൊരു ബഹളം കേട്ടു. ഈ ബഹളം കേട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാക്കകളെല്ലാം കൂടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. എന്നാ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ മുറ്റത്തിറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴത്തേനാണ് സംഭവം മനസ്സിലായത്. കുറേ കാക്കകളുണ്ട്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട്, ഈ കാക്കയെല്ലാം കൂടെ എന്നെ ഇട്ട് കൊത്തുമോ എന്നൊരു പേടിയുണ്ട്. കാരണം ഞാൻ എപ്പം മൊബൈലെടുത്ത് ഇറങ്ങിയാലും കാക്കകളെല്ലാം കൂടെ കൊത്താൻ വരും. ഇനി സംഭവം എന്താണെന്ന് പറയാവേ. ഈ കാക്കയെ കണ്ടോ? ഈ കാക്കയാണ് ഇതിൻ്റെ അകത്ത് ഹീറോയെ. ഇവിടെ ഈ കാക്ക ഇരിക്കുന്നതിന് അടുത്തൊരു കൊച്ചു കുളം പോലെയുണ്ട്. കുളമെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കുളമാണ്. അതിന് ഞങ്ങളുടെ വീട് പണിയുടെ സമയത്തൊക്കെ പണ്ടായിരുന്നു വീട് പണി കേട്ടോ. വീട് പണിയുടെ സമയത്തൊക്കെ ഇഷ്ടിക കുതിർക്കാനായിട്ട് ഉണ്ടാക്കിയ കുളമായിരുന്നു. അപ്പം അതിനകത്ത് ഇപ്പം വേറെ ഉപയോഗത്തിനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് കുഞ്ഞ് ഗപ്പി മീനുകളെയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം അത് ചുമ്മാ പിള്ളേരുടെ രസത്തിന് ഇട്ടിരിക്കുന്നതാണ്. അപ്പം ആ കുളത്തിൽ ഞാൻ കുളം കാണിക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ച വന്നപ്പോൾ ഞാൻ പേടിച്ച് പോയി, ഇനി ഇതിനെ എങ്ങാനും പിടിക്കാൻ വന്നതാണോ. ഞാനവിടെ നിന്ന് അതിനെ ഓടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയുണ്ട്, ഈ കാക്കകളെല്ലാം കൂടെ വന്ന് എന്നെ കൊത്തുപോകുന്നു. കാരണം ഇതിനെന്നാ സംഭവിച്ചെന്ന് ഞാൻ പറയാം കേട്ടോ. ഈ കുളത്തിനകത്തത് വീണപ്പം വീണത് എനിക്ക് എടുക്കാനെത്തില്ല. ഇതാ കുളം കേട്ടോ, കാണിക്കാം. ഇതാ കുളവേ. ഈ കുളത്തിനകത്ത് അത് വീണു. അന്നേരം വീണപ്പം എടുത്തപ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കയ്യിൽ വീഡിയോ എടുക്കാറുണ്ടല്ലോ എന്ന്. അപ്പോൾ അതിനെ രക്ഷിച്ച് വിട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് കുളത്തിൽ അതിൻ്റെ തൂവലൊക്കെ കിടപ്പുണ്ട്. തൂവലൊക്കെ കണ്ടായിരുന്നല്ലോ, ആ തൂവലൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ അതിനെ രക്ഷിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് അവിടെ പോയിരിക്കുക. അത് ഒരു പ്രശ്നമുള്ളത്, ആ കാക്കയ്ക്ക് ഒരു കാലില്ലെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കാല് വയ്യ. അത് ചാടിയൊക്കെ നടക്കുന്നത്. എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക. അത് തൂവലൊന്നും ഇനി ഉണങ്ങാതെ അതിന് പറക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിന് കൂട്ടുനിന്നു. അത് ഇനി വല്ല കണ്ടില്ലേ ഒരു പൂച്ചയൊക്കെ വരുമോ എന്നൊക്കെ തന്നെ ഞാൻ അവിടെ ഇങ്ങനെ അതിന് കാവൽ നിൽക്കുമായിരുന്നു. ആ സമയത്തെല്ലാം ഈ കാക്കയിലിരുന്ന് ഭയങ്കര ബഹളമാണ്. പിന്നെ ഞാൻ രക്ഷിച്ചത് കണ്ടതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്തോട്ട് വന്ന് കൊത്താനൊന്നും വന്നില്ല. ആ ഒരു സമാധാനത്തിൽ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ കാക്ക അവിടെ ഇരുന്ന് ചിറകൊക്കെ ഉണക്കുക. ഈ കാല് വയ്യാത്തതുകൊണ്ട് അതിന് നടക്കാനൊക്കെ പറ്റത്തില്ല, ചാടിയൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ അതവിടെ ഇരിക്കുക. കുറേ സമയം ഇരുന്ന് കേട്ടോ, കുറേ സമയം ഇരുന്നിട്ടാണ് പിന്നെ അത് ചാടി അപ്പുറത്തോട്ട് പോയി. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഉണ്ട്, അത് വീണ കുളമാണ്, കാക്ക വീണ കുളമാണ് ഇത്. അതിനകത്ത് ഞാൻ കുറേ കമ്പുകളെല്ലാം എടുത്ത് വെച്ചു. ഇനിയും അഥവാ വീഴുമ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിലേ, ചിലപ്പോൾ നമ്മളകത്ത് മുറിക്കകത്ത് വല്ലതും ആണെങ്കിൽ ശബ്ദമൊന്നും കേട്ടില്ലെങ്കിലേ, പിന്നെ അത് മാത്രമല്ല ചിലപ്പോൾ നമ്മൾ വല്ലയിടത്തും പോകുമ്പോഴാണ് വീണെങ്കിലേ, ഇതിനു മുമ്പ് ഒരെണ്ണം അങ്ങനെ വീണ് ചത്തുപോയി, ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയും അഥവാ ഇനി എങ്ങാനും വീണാലും കയറി പോരാൻ തക്കവണ്ണം കുറേ കമ്പുകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. ഇനി ഇത് കുറേ കമ്പുകളിലൂടെ വെക്കണം. അതുകൊണ്ട് ഇതിനകത്ത് മീനൊക്കെ നടപ്പുണ്ട്, കുഞ്ഞു ഗപ്പികളൊക്കെ നടപ്പുണ്ട്. ആ കാക്ക ഇപ്പോൾ അവിടെ നിന്ന് ചാടി താഴോട്ട് പോയി. അതിന് കാല് വയ്യാത്തത് കൊണ്ടേ അത് ചാടി താഴോട്ട് പോയി. അവിടെ സേഫായിട്ട് ഇരിപ്പുണ്ട്, ഞാൻ കണ്ടത് അവിടെ ഇരിക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. പോവുകയാണെങ്കിൽ ഈ കാക്കകളെല്ലാം കൂടെ വന്നേ എന്നെ കൊത്താനായിട്ട് വരും, അതുകൊണ്ട് പോയില്ല ഞാൻ.